സിനിമയിലെ നായകന്മാർ ജീവിതത്തിലെ വില്ലന്മാരാകുന്ന പരിണാമ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2017 സർക്കാർ രൂപീകരിച്ച മുൻ ജസ്റ്റിസായിരുന്ന ഹേമയുടെ അധ്യക്ഷതയിൽ 3 അംഗ കമ്മിറ്റിയെ സർക്കാർ രൂപീകരിക്കുകയും അവർ സർക്കാരിന് 300 പേജുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അതാണ് ഇന്ന് നമ്മുടെ വാർത്തകളൊക്കെ പലതുമ്പോൾ ഏത് സമയത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹേമ റിപ്പോർട്ട്. അധ്യക്ഷ ഹേമയായതുകൊണ്ടാണ് ഹേമ റിപ്പോർട്ടിന് പേര് വന്നത്. ആ ഹേമ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അഭ്രപാളികളിൽ വിസ്മയം തീർക്കുന്ന പലരുടെയും തനി നിറം ഇന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വർഷാവർഷം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്ന് പറഞ്ഞ് പാവങ്ങളായ ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ കരങ്ങളിൽ നിന്നും പിടിച്ചെടുക്കുന്ന നികുതി പണം, ആ നികുതി പണത്തിൽ നിന്ന് ലക്ഷങ്ങളാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് വേണ്ടി സർക്കാർ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ സാംസ്കാരിക നായകന്മാർ ഈ സമൂഹത്തിന് നൽകുന്ന സാംസ്കാരികമായ പാഠം എന്താണ്, എന്ത് മെസ്സേജാണെന്ന് വളർന്നു വരുന്ന തലമുറക്കും ഇന്ന് നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും ഭാവി വാഗ്ദാനങ്ങളാകേണ്ട നമ്മുടെ മക്കൾക്കും ഈ സാംസ്കാരിക നായകന്മാർ വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്കെന്താണ്? ഇന്ന് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ എന്ത് മെസ്സേജാണ് നമ്മുടെ നാട്ടിലും നാട്ടുകാർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്? ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇത്തരം ചലച്ചിത്ര അവാർഡ് കൊടുക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്ത് മെസ്സേജ് നമുക്ക് കിട്ടുന്നു? സമൂഹത്തിന് ഗുണമുള്ളത് എന്തവർ നൽകുന്നു? ഹേമ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഇന്നലെ വരെ ഏകദേശം 20ഓളം പീഡനത്തിന്റെ കഥകളാണ് പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇനി പറയാത്ത എത്രയോ കേസുകൾ അപ്പുറത്താണ്. പ്രത്യക്ഷമായത് മാത്രം 20ഓളം പീഡനകഥകൾ നമ്മൾ അറിഞ്ഞുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരുപാട് പുരോഗമനം പറഞ്ഞ് ലിബറൽ ചിന്തകൾ പറഞ്ഞ് ആണും പെണ്ണും ഒന്ന് ഷെയ്ക്കേറ്റ് കൊടുത്താൽ എന്താ, ഒന്ന് ആലിംഗനം ചെയ്താൽ എന്താ, രാത്രി സമയത്ത് ഒരു പെണ്ണ് തനിച്ച് പുറത്തു പോയാൽ എന്താ, അന്യപുരുഷനുമായി ഇടപെടൽ ജീവിച്ചാൽ എന്താ, ആകാശം ഇടിഞ്ഞു വീടുമോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. അതേ ആകാശം ഇടിഞ്ഞു വീടും അതിന്റെ തെളിവുകളാണ് ഈ സാംസ്കാരിക നായകന്മാരുടെ ഇത്തരം രഹസ്യ ജീവിതം എന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരാകാശം ഇടിഞ്ഞു വീഴിൽ തന്നെയാണ്. പലരും ചോദിക്കാറുള്ളതാണ്. ഇപ്പോ പുരോഗമനവാദികളൊന്നും കാണാനില്ല. എന്തെങ്കിലും ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ചെറിയ തുമ്പ് കിട്ടിയാൽ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് 100ഉം 200ഉം ഒക്കെ വീഡിയോ ചെയ്ത് ഇസ്ലാമിനെ കളിയാക്കുന്ന പരിഹസിക്കുന്ന പല ലിബറൽ ചിന്താഗതിക്കാരും ഉണ്ടായിരുന്നു. ഇന്നൊരാളെയും കാണാനില്ല. ഈ സാംസ്കാരിക നായകന്മാരുടെ ലീലാവിലാസങ്ങൾ പുറത്തു വന്നപ്പോ, പീഡനത്തിന്റെ കഥകൾ പുറത്തു വന്നപ്പോ അതിനെക്കുറിച്ച് പറയാനോ പ്രതികരിക്കാനോ ലിബറൽ ചിന്താഗതിക്കാരെ കാണുന്നില്ല. അത് ഇസ്ലാമിനെയാണെങ്കിൽ കാണാമായിരുന്നു കൊടിപൂരം. പക്ഷേ ലിബറൽ ചിന്താഗതിക്കാർക്കും പുരോഗമനവാദികൾക്കും മിണ്ടാട്ടമില്ല. കാരണം അവർ പറഞ്ഞു വെച്ചിരുന്ന ആശയം അതായിരുന്നു, ഇവിടെ ജനറൽ ന്യൂട്രൽ യൂണിഫോം സംവിധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ചെറുപ്പം മുതലേ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ അടുപ്പിച്ച് ഇരുത്തി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. രണ്ടുപേർക്കും 2 ടോയ്ലറ്റ് വേണ്ട, ഒരേ ടോയ്ലറ്റ് 2 പേരും യൂറിൻ പാസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്തിനാണ് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വേർതിരിച്ച് ജീവിപ്പിക്കുന്നത്? അവർ 2 പേരും ചെറുപ്പം മുതലേ അവരുടേതായ രീതിയിൽ ജീവിക്കട്ടെ എന്ന് ഇവിടെയുള്ള പല ലിബറലിസത്തിന്റെ ആളുകളും പറഞ്ഞു, പല പുരോഗമന ചിന്താഗതിക്കാരും പറഞ്ഞു. പലപ്പോഴും ഇസ്ലാം പ്രാകൃതത്തിന്റെ മതമാണ്, പ്രാകൃതപരായ മതമാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു, കളിയാക്കി. പക്ഷേ ഈ ഓരോ സംഭവങ്ങളും ഇവിടെ വെളിച്ചത്ത് വരുമ്പോ ഇസ്ലാമിന്റെ ക്ലാരിറ്റിയും ഇസ്ലാമിന്റെ പ്യൂരിറ്റിയുമാണ് പ്രകടമായി കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം അതൊരു കാലത്തും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായ മതമല്ല. അങ്ങനെ ആവശ്യം ഇസ്ലാമിനില്ല. ഇസ്ലാം എന്താന്ന് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ത് പറഞ്ഞു വെച്ചോ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരാശിക്കും ആ നിയമം ബാധകമാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞേക്കാം, ഈ പുരോഗമന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പെണ്ണ് തനിച്ച് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. ഒരു സ്ത്രീ അവൾ പുറത്തിറങ്ങുമ്പോൾ അവൾ പൂർണ്ണമായി ഹിജാബോടുകൂടെ പുറത്തിറങ്ങണം. സ്ത്രീ അവൾ ഔറത്താണ്, അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ അന്യപുരുഷരെ കാണരുത്. ഇസ്ലാമിന്റെ നിയമമാണ്. നമ്മൾ ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടില്ലെങ്കിലും ഇത് ഇസ്ലാമിന്റെ നിയമം.
നിയമമാണ്. അവളുടെ നാട് വിട്ട് നാടിന്റെ അതിർത്തി വിട്ടുകിടക്കുമ്പോ തനിച്ചവൾ യാത്ര ചെയ്യരുത്. അവളെ കൂടെ മഹറമായ വിവാഹബന്ധം ഹറാമായ ഉപ്പയോ ആങ്ങളയോ മകനോ അതല്ലെങ്കിൽ ഭർത്താവോ കൂടെ ഉണ്ടാകണം. എന്നാലേ അവൾ താമസിക്കുന്ന നാട് വിട്ട് അവൾ പുറത്ത് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം നിഷ്കർഷിച്ചെങ്കിൽ എന്തിനാ ഇസ്ലാം ഇത് പറഞ്ഞത്? അത് സ്ത്രീകളുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. ഇന്ന് ഫെമിനിസം എന്ന് പറയുന്ന പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ട്. ഫെമിനിസം പറയുന്നത് എന്താ? ഞങ്ങൾ സ്ത്രീകളുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. എന്നിട്ട് ആ ഫെമിനിസം ഇവിടെ പറഞ്ഞു വെച്ചത് എന്താ? ഇവിടെ സുന്ദരമായി നിലനിന്നിരുന്ന ഒരു കുടുംബ വ്യവസ്ഥിതിയെ തകിടം മറിച്ചു. നമുക്കൊരു സംസ്കാരമുണ്ട്. നമ്മുടെ സംസ്കാരം എന്താ? ഒരു പുരുഷൻ ഒരു സ്ത്രീ അവരാണ് ഭാര്യയും ഭർത്താവും. അവർ വിവാഹ ജീവിതത്തിലൂടെ ഓരോ മതത്തിനും വ്യത്യസ്തമായ വിവാഹ ചടങ്ങുകളുണ്ട്. ഇസ്ലാമിന് നിക്കാഹുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടെ മുഹൂർത്തത്തിൽ താലി കെട്ടലുണ്ട്. അങ്ങനെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് അവരുടേതായ നിയമമുണ്ട്. ഇങ്ങനെ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മതക്കാർക്കും അനുവദനീയമായ വ്യത്യസ്തമായ രീതിയിലുള്ള കല്യാണ ചടങ്ങുകളും വിവാഹ മൂല്യങ്ങളുമുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് ഒരാണും പെണ്ണും ഹലാലായ രീതിയിലൂടെ അനുവദനീയമായ രീതിയിലൂടെ കല്യാണം കഴിച്ച് കുടുംബ വ്യവസ്ഥിതി സംരക്ഷിച്ചു കൊണ്ടുപോകണം. ഇത് പ്രകൃതി മൂലം അംഗീകരിക്കുക. ഈ കുടുംബ വ്യവസ്ഥിതി പറഞ്ഞപ്പോ ഇവിടെയുള്ള ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പറഞ്ഞു സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീകളുടെ സുരക്ഷിതമാണ് ഞങ്ങളെന്ന് പറഞ്ഞു വന്ന ഫെമിനിസ്റ്റുകൾ പറഞ്ഞു ഈ കുടുംബ വ്യവസ്ഥിതി ശരിയല്ല. കാരണം അവിടെ ഭർത്താവ് ഭരണാധികാരിയാണ്, ഭർത്താവ് പെണ്ണിനെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുടുംബ വ്യവസ്ഥിതി ശരിയല്ല. അതുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ, അതുകൊണ്ട് കല്യാണം വേണ്ട, ലിവിംഗ് ടുഗദർ. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത് ലിവിംഗ് ടുഗദർ നമ്മുടെ നാട്ടിൽ നടപ്പാക്കി. അതിന്റെ തൽഫലമായി ഉണ്ടായി ആർക്കും ആരെയുമായി കിടപ്പുറം പങ്കിടാം. അവിടെ കല്യാണം വേണ്ട. ഒരാൾക്ക് ഒരാളോട് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ അവളെ കൺഫേർ ഉണ്ടെങ്കിൽ അവളെ സമ്മതമുണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാം. മാസങ്ങളോളം ജീവിച്ച് ആ ജീവിതത്തിൽ തൃപ്തി നഷ്ടപ്പെട്ടാൽ അവളെ വേണ്ടാന്ന് നോക്കുമ്പോ ആ പെണ്ണിനെ വലിച്ചെറിഞ്ഞ് മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാം. ആ പെണ്ണിനെ ആണിനെ വലിച്ചെറിഞ്ഞ് മറ്റൊരു ആണിനെ സ്വീകരിക്കാം. ഇങ്ങനെ ഒരു ലഘും ലഗാനുമില്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു തരത്തിലേക്ക് കുടുംബ വ്യവസ്ഥിതികൾ തകിടം മറിച്ചുകൊണ്ട് ഇവിടെയുള്ള ഫെമിനിസ്റ്റുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായി ഉണ്ടായി ഒരുപാട് അതിന്റെ അനന്തരഫലങ്ങൾ, മോശമായ അനന്തരഫലങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടായി. ആർക്കും തോന്നിയതുപോലെ ജീവിക്കാമെന്നുള്ള ഒരു മനോഭാവം ഉണ്ടായി. വളർന്നു വരുന്ന തലമുറകൾ എന്താ പഠിക്കുന്നത്? ഇത്തരം ലിബറൽ ചിന്താഗതികളാണ് നമ്മുടെ മക്കളുടെ ബ്രെയിനിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഗേയും ലെസ്ബിയനും എന്ന് പറയുന്ന ആണും ആണും തമ്മിലുള്ള, അതുപോലെ പെണ്ണും തമ്മിലുള്ള സ്വവർഗരതികൾ വ്യാപകമായി പ്രചരിച്ചു. ഒരാണും പെണ്ണുമാണ് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നത് പ്രകൃതി പറയുന്നതാണ്. ഇതാണ് മതം പറയുന്നത്. പക്ഷേ ആണും തമ്മിൽ വിവാഹം കഴിക്കുന്നു, പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്നു. ഇങ്ങനെ എല്ലാ മൂല്യങ്ങളെയും തകർത്തെറിഞ്ഞ് ഈ പ്രകൃതിയുടെ തന്നെ സുന്ദരമായ എല്ലാ സംവിധാനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരം ഗേയും ലെസ്ബിയനും നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അമേരിക്കയിലേക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട് 67% അവിടെ ഗേ എന്ന് പറയുന്ന ആണും തമ്മിലുള്ള വിവാഹം കൂടി. ഏറ്റവും കൂടുതൽ അവിടെ എയ്ഡ്സ് പകരുന്നത് ഇത്തരം ആളുകളുടെയാണ് എന്ന് അമേരിക്ക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇങ്ങനെയുള്ള മോശമായ പല പ്രവണതകളും കണ്ടുവരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ രാജ്യം നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. രാജ്യത്ത് പ്രധാനപ്പെട്ട 2 തസ്തികകളിലുള്ള മന്ത്രിമാരാണ്. ഒന്ന് ഫോറിൻ മിനിസ്റ്ററും ഒന്ന് ഹോം മിനിസ്റ്ററും. എന്താണ് ഫോറിൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ? വിദേശകാര്യമന്ത്രിയാണ്. വിദേശകാര്യമന്ത്രി ഡ്യൂട്ടി എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരം സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കണം. അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരം കെട്ടുറപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഫോറിൻ മിനിസ്റ്റർ ഓരോ രാജ്യത്തും ഉണ്ടാകും. അയാളെ രാജ്യത്തിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കും. അത് അയാളുടെ ഡ്യൂട്ടിയാണ്. പല വിദേശ രാജ്യങ്ങളിലും സഞ്ചരിക്കുക എന്നത് ഫോറിൻ മിനിസ്റ്ററുടെ ഡ്യൂട്ടിയാണ്. എന്നാൽ ഹോം മിനിസ്റ്ററോ അയാൾ ആഭ്യന്തരമന്ത്രിയാണ്. അയാൾ ഫോറിൻ മിനിസ്റ്റർ പോലെ എല്ലാ നാടും ചുറ്റിക്കറങ്ങേണ്ടവനല്ല. ഈ രാജ്യത്തെ പോലീസിൽ നിയന്ത്രിക്കേണ്ടവരാണ്. ഈ രാജ്യത്തെ ക്രമസമാധാനം അയാളാണ് സുരക്ഷിതമാക്കേണ്ടത്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രിയായ ഹോം മിനിസ്റ്റർ നമ്മുടെ നാട്ടിൽ വേണം. ആർക്കും പറയുന്നതാണ്. ഇതേ ഇസ്ലാമും പറഞ്ഞിട്ടുള്ളൂ. ഹോം മിനിസ്റ്റർ സ്ത്രീയാണ്. വീട്ടിലെ ഹോം മിനിസ്റ്ററാണ് സ്ത്രീ. അതുകൊണ്ട് സ്ത്രീ കുട്ടികളെ നോക്കട്ടെ, സ്ത്രീ ഭർത്താവിനെ നോക്കട്ടെ, സ്ത്രീ മാതാപിതാക്കളെ നോക്കട്ടെ. സ്ത്രീകളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് വീട്ടിലെ രാജ്ഞിയായ വീട്ടിലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോം മിനിസ്റ്ററായി അവൾ മാറട്ടെ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. അതേസമയത്ത് പുരുഷൻ അവൻ ഫോറിൻ മിനിസ്റ്റർ ആകട്ടെ, അവൻ പുറത്തു പോകണം, അവൻ കച്ചവടം ചെയ്യണം, അവൻ വിദ്യാഭ്യാസം നേടി അവൻ ജോലി നേടണം. അങ്ങനെ കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ആളുകളുമായി ഇടപഴകി കമ്മ്യൂണിക്കേഷൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഹോം മിനിസ്റ്ററുടെ കയ്യിൽ കൊണ്ടുകൊടുക്കണം.
എന്നിട്ട് ഹോം കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. എന്തൊരു സുന്ദരമായ ആശയമാണിത്. അതല്ലാതെ അടുക്കളയുടെ കരിപുരണ്ട അടുക്കളയുടെ 4 ചുമരുകൾക്കുള്ളിൽ ആരും പെണ്ണുങ്ങളെ സ്ത്രീകൾ കളച്ചിട്ടിട്ടില്ല എന്ന് ഫെമിനിസ്റ്റുകൾ പറയുന്ന വളരെ ഗുരുതരമായ ആരോപണമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് ഒരാൾ ഒരു പുരുഷൻ വന്ന് ചോദിക്കുന്നു, ഞാൻ ഏറ്റവും കടപ്പാട് ആരോടാണ് നബിയെ? നബി തങ്ങൾ എന്താ പറയുക? നിന്റെ ഉമ്മയോടാണ്. രണ്ടാമത് ചോദിക്കുന്നു, പിന്നാരോടാ? അപ്പോഴും പറയുന്നു ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ്. മൂന്നാമതും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ്. നാലാമത് മാത്രമാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് അബൂക്ക നിന്റെ പിതാവിനോടാണെന്ന്. ആദ്യത്തെ 3 സ്ഥാനവും ഉമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് പങ്കുവെച്ചു കൊടുത്ത വിശുദ്ധമായ ദീനുൽ ഇസ്ലാം എങ്ങനെ സ്ത്രീത്വത്തിനെതിരാകും? എങ്ങനെ സ്ത്രീ അടുക്കളയുടെ ഉള്ളിൽ അടച്ചുപൂട്ടിയിടുന്ന ഒരു സംവിധാനമായി മാറും? കേവലം തെറ്റിദ്ധാരണകൾ മാത്രമാണ്. പിന്നെ എന്തുകൊണ്ട് ഇസ്ലാം ഇങ്ങനെ നിഷ്കർഷമായി കണിശമായി സ്ത്രീകളെ പുറത്തിറക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പറഞ്ഞു? അത് ഇസ്ലാം പറഞ്ഞ സ്ത്രീയുടെ സുരക്ഷത്തിന് വേണ്ടിയാണ്, സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്തിനാണ് ഹിജാബ് അവളെ മൂടുന്ന അന്യപുരുഷന്മാർ കാണാത്ത തരത്തിലുള്ള വസ്ത്രം പറഞ്ഞു? അത് സ്ത്രീയുടെ സുരക്ഷത്തിന് വേണ്ടിയാണ്. ഈ അടുത്തൊരു പീഡനത്തിന് ഇരയായ ഒരു പെൺകുട്ടി പറഞ്ഞത്, ഞാൻ ധരിച്ച എന്റെ വസ്ത്രത്തിന്റെ അഴക് കണ്ടിട്ടാണ് അയാൾ എന്നെ പീഡിപ്പിച്ചത് എന്ന് പറയുമ്പോ ഇസ്ലാം വിശുദ്ധമായ ഇസ്ലാം തന്നെ പറയുന്നത് അൽമറഅതു ഔറ, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഔറത്താണ്. അതുകൊണ്ട് ഔറത്ത് മറച്ച് ആളുകൾ ആകർഷിപ്പിക്കാത്ത രീതിയിൽ നല്ല നിലയിൽ വസ്ത്രവിധാനം നടത്തി നിങ്ങൾ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ സുരക്ഷിതമാണ്, സുരക്ഷിതമാണ്. സ്ത്രീയുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഇസ്ലാം അത് മുന്നോട്ട് വെച്ചത്. അതല്ലാതെ 2ാം നമ്പറായി ഒരിക്കലും ഒരു സ്ത്രീയെ ഇസ്ലാം കണ്ടിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറു മതാഇ ദുനിയ, ഖൈറു മതാഇ ദുനിയ, ഈ ഭൗതികമായ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതാണ്? സ്വഹാബത്തിനോടായി നബി തങ്ങൾ പറയുന്നു, അത് മാണിക്യമല്ല, രത്നമല്ല, സമ്പത്തിന്റെ കൂമ്പാരമല്ല, മറിച്ച് അൽ മർഅത്തു സ്വാലിഹ, സൽവൃത്തയായ സ്ത്രീയാണ്, സ്വാലിഹത്തായ പെണ്ണാണ് ഈ ഭൗതികമായ ലോകത്തെ ഏറ്റവും മൂല്യം കൂടിയ വസ്തു എന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ മതം ഒരിക്കലും പെണ്ണിനെ അടിച്ചമർത്തുന്ന മതമല്ല, സ്ത്രീ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അന്ന് പറഞ്ഞ ആ ഹബീബിന്റെ പ്രവചനങ്ങൾ ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക നായകന്മാരുടെ തനി നിറം നിന്ന് പുറത്തു ആയിക്കൊണ്ടിരിക്കുകയാണ്. ആണും പെണ്ണൊന്ന് കൂടിയാലെന്താ, ഒറ്റയ്ക്ക് പോയാലെന്താ, ഒന്ന് കൈപിടിച്ചാലെന്താ, ഒന്ന് ആലിംഗനം ചെയ്താലെന്താ എന്ന് പറയുന്നവർ, കൺസേണായി പരസ്പരം സമ്മതത്തോടെ എന്തും സമ്മതിക്കാമെന്ന് പറയുന്നവർ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരമാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മോട് മുന്നോട്ട് വെക്കുന്നത്. ഈ മതത്തിന് ഒരിക്കലും മതത്തിന്റെ നിയമങ്ങൾക്ക് പരിഷ്കാരമില്ല. പുരോഗമനം, കാലം പുരോഗമിക്കും തോറും ആ ഇസ്ലാമിനെയും നിങ്ങൾ പുരോഗമിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് പല പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞു വെച്ചെങ്കിൽ ആ പറഞ്ഞു വെച്ച കാര്യത്തിന് ഒരു തിരുത്ത് ഖിയാമത്ത് നാൾ വരെ ഒരു മനുഷ്യനും തിരുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം എന്നും ഹബീബിന്റെ പ്രവചനങ്ങൾ പ്രവർത്തിച്ചു നിൽക്കും. അതാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ പ്രതിപാദിച്ചത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അതേ നിങ്ങൾക്ക് ആ മുത്തി നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്.